ഓ ആ മനസ്സിലായി. ആ നിർത്ത്. ഉമേഷേ, ഇനി ഞാൻ അങ്ങോട്ട് പറയട്ടെ? ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേക്കടാ. നീയേ കിലോയ്ക്ക് എത്ര രൂപയ്ക്കാ കൊടുത്തതെന്നുള്ളത് എഴുതിയിട്. വളം മേടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 12,000 രൂപ മേടിച്ചായിരുന്നോ? അത് കഴിഞ്ഞു. നീ അവിടുത്തെ പാഴ്മരമൊക്കെ മുറിച്ച് കളയണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു 6,000 രൂപ മേടിച്ചായിരുന്നോ? അതിനകത്ത് നിന്ന് ഒരു 1,500 രൂപ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞോ? ആ എപ്പോ? നീ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇല്ല, ഒട്ടും മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് പറയട്ടെ? ഞാൻ സംസാരിക്കാം. ഹലോ ഉമേഷ് ചേട്ടാ, ലച്ചുവാ. ഉമേഷ് ചേട്ടൻ എവിടെ? ആ ഉമേഷ് ചേട്ടൻ്റെ കള്ളക്കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറയുന്നത് ഇപ്പം അങ്ങ് കേട്ടാൽ മതി. ഉമേഷ് ചേട്ടൻ അവിടെ എഴുതി വെച്ചേക്കുന്ന എല്ലാ കണക്കും, അതായത് ചക്കയുടെയും മാങ്ങയുടെയും അടക്കയുടെയും തേങ്ങയുടെയും എല്ലാത്തിൻ്റെ കണക്ക് ഇന്ന് വൈകുന്നേരം ഇവിടെ വീട്ടിലെത്തിക്കണം. ഏത് വീട്ടിലാ? എൻ്റെ വീട്ടില്, പാറയുടെ വീട്ടില്. ആ വണ്ടിക്കൂലിയും വള്ളത്തിന്റെ കാശൊക്കെ ഞാൻ തന്നോളാം. ഇങ്ങ് വന്നാ മതി സമയത്തിന്. ഉമേഷ് ചേട്ടൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നങ്ങ് കേട്ടാ മതിന്ന്. പിന്നെന്തോന്ന്? ആ അതുപോലെ തന്നെ റബ്ബറിന്റെ കാര്യം. എത്ര മരം വെട്ടിന്ന്? എത്ര എണ്ണം ഉണക്കാനിട്ടുണ്ട്? അത് ശരി, അടങ്ങിരിയ മുമ്പ്. എല്ലാത്തിന്റെ കണക്കായിട്ട് ഇന്ന് ഇവിടെ എത്തിക്കൊള്ളണം, മറക്കരുത്. ശരി, കണ്ടാ ഇത്ര ഉള്ളു കാര്യം. ലച്ചു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? അതെ. നീ എന്തിനാ ഫോൺ മേടിച്ച് സംസാരിച്ചേ? അമ്മൂമ്മ സംസാരിച്ചല്ലേ അത് കൊളാവും. ഇതൊക്കെ കാര്യഗൗരവമുള്ള ഒരാൾ വേണം ഡീൽ ചെയ്യാൻ. അവൻ എന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിച്ചാലും എനിക്കെന്താ. പിന്നെ ഒരു കാര്യം കൂടെ, പടവലത്തെ വിറ്റ് വരവും പണിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനി തൊട്ട് ഞാനാണ് തീരുമാനിക്കാൻ പോകുന്നത്. ചേച്ചി, സംഭവമൊക്കെ ഇപ്പൊ ചേച്ചി പറഞ്ഞ ശരിയാണ്, ഞാനങ്ങ് സമ്മതിച്ചു തരാം. പക്ഷേ അമ്മൂമ്മ ഉമേഷിനോട് അധികാരഭാഗത്ത് സംസാരിക്കണം, ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനല്ല. നീ നിർത്തടാ. നീ ആരാ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ? ചേച്ചി എന്തിനാണ് ഉമേഷിനോട് അങ്ങനെ സംസാരിക്കാൻ പോയത്? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ സംസാരിക്കും. നിനക്കെന്ത്? അമ്മൂമ്മ എന്റെ കൈ നിൽക്കില്ല. എന്റെ ലച്ചു, മതി, നിർത്ത്. അമ്മൂമ്മ ആദ്യം നിർത്ത്. അതുപോലെ തന്നെ ഇനി തൊട്ട് ഈ വീട്ടിൽ മേടിക്കുന്ന സാധനങ്ങളുടെ കണക്കും എഴുതി വെക്കണം. അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. ചേച്ചിയാ ഭയങ്കര ഓവറായിട്ട് പോകണ്ട കേട്ടോ. എന്താ? ഞാൻ ചേച്ചിയുടെ വെൽഫെയർ പരിപാടി അങ്ങ് വേണ്ടത് നോക്കും. എന്താ നിനക്ക്? എന്തിനാ വെറുതെ നിന്ന് അടികൊള്ളണേ? കെട്ടിയോന്റെ പൈസ കൊണ്ടാ ഈ നെകളിക്കുന്നുള്ള ഓർമ്മ വേണം കേട്ടാ. കെട്ടിയോന്റെ പൈസ എന്റെ പൈസ കൂടെ അല്ലേ? അതങ്ങനെ കെട്ടിയോന്റെ പൈസയാണ്. പോടാ അവിടുന്ന്. ഇനി ലച്ചുന്റെ 5ന്റെ നേയ പൈസ കൊണ്ട് നിനക്ക് കിട്ടും. എനിക്കൊരു പുണ്ണാക്ക് വേണ്ടെങ്കിലോ? നീ ഇവിടെ ഒന്നും ചെയ്യണ്ട. അമ്മൂമ്മ പറഞ്ഞാ മതി, ഇത് എന്റെ വീടാ. ചേച്ചി നിർത്തണുണ്ടോ? അല്ലെങ്കിൽ തന്നെ ചേച്ചി ഈ വീട്ടിൽ കിടന്ന് ഇങ്ങനെ അധികാരം കാണിക്കുക എന്തിനാണ് യോഗ്യത? എന്തിനാണ് ഇങ്ങനെയാണ് അധികാരം കാണിക്കണത്? എന്ത് യോഗ്യതയാ ഉള്ളേന്നാ? എടാ, 3-4 വീടിന്റെ ഉത്തരവാദിത്വവും മറ്റേ പ്രഷർ മൊത്തം എന്റെ തലയിലാണ്. ഞാനാണ് നോക്കി നടത്തണേ. 3-4 വീടിന്റെ? ഏത് 3-4 വീട്? ഈ വീട്, പടവലത്തെ വീട്, നെയ്യാറ്റിൻകരയിലെ വീട്, കുഴിപ്പളത്തെ വീട്, എല്ലാ വീട്ടിലെയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാനാണ് ഇടപെട്ട് സോൾവ് ചെയ്യുന്നത്. 3-4 വീട്? പിന്നെ ഭാഷങ്ങളുടെ വീട്ടും കൂടെ നോക്കാൻ എന്ത്? ഇനി ഒരു കാര്യം ചെയ്യ്, നീ ആ ഭാരങ്ങളൊന്നും ഏറ്റെടുക്കണ്ട. ആന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കും. ഇല്ല, ശരിയാവില്ല. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അമ്മൂമ്മ ഒരുപാട് ഭാരം ചുമക്കണ ആളല്ലേ. ഈ ഒറ്റ ഭാരം ഞാൻ ചുമന്ന് കഴിയുമ്പോ ഇവിടുത്തെ പ്രശ്നം മൊത്തം തീരും. ഞാൻ വെറുതെ ഷോ അടിച്ചതാടാ. രാവിലെ ഞാൻ കുഴിപ്പണത്തെ പ്രശ്നം സോൾവ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് കരകയറ്റി എന്നെ ഒരു കാര്യമില്ലാണ്ട് വെറുതെ പൊക്കി അടിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കുടുംബത്തിലെ മെയിൻ ഞാനാണെന്ന്. അതുകൊണ്ടാ തുറക്ക്. മെയിനെ കുറച്ചേരം അകത്ത് കേടാ, അപ്പൊ ഒന്ന് സെറ്റ് ആവും കേട്ടാ. എന്താണ് തുറക്കടാ? അവിടെ കിടന്നാ മതി. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, കനകാന്റി കാരണം